കോഫി കുടിക്കാത്തവർക്ക് പോലും ഇഷ്ടപ്പെടുന്ന വളരെ ഫേമസ് ആയിട്ടുള്ള കിടിലൻ ടേസ്റ്റുള്ള കോൾഡ് കോഫിയാണ് ഇന്നത്തെ റെസിപ്പി. ഞാൻ അക്ബർ, വെൽക്കം ടു രുചി ലാബ്. പുറത്തുനിന്നൊക്കെ കിട്ടുന്ന അതേ ടേസ്റ്റിൽ മിക്സിയിൽ വളരെ എളുപ്പത്തിൽ നല്ല ക്രീമി ടെക്സ്ചറോട് കൂടിയിട്ട് നമുക്കിത് തയ്യാറാക്കാൻ പറ്റും. കോൾഡ് കോഫി തയ്യാറാക്കാൻ വേണ്ടിയിട്ട് ആദ്യം തന്നെ ഇതിലേക്ക് വേണ്ട കോഫി ചൂടുവെള്ളത്തിലൊന്ന് മിക്സ് ചെയ്തെടുക്കണം. ഞാനൊരു 1/4 കപ്പ് ചൂടുവെള്ളം എടുത്തിട്ടുണ്ട്. ഇതിലേക്ക് ഇനി 4 ടീസ്പൂൺ അളവിൽ ഇൻസ്റ്റൻറ്റ് കോഫി പൗഡർ ചേർത്ത് കൊടുക്കുക. കട്ടകളൊന്നുമില്ലാതെ നന്നായിട്ട് മിക്സ് ചെയ്തെടുക്കാം. ഏതെങ്കിലും നല്ല ബ്രാൻഡിൻ്റെ ഇൻസ്റ്റൻറ്റ് കോഫി പൗഡർ എടുക്കുക. ഞാൻ എടുത്തിട്ടുള്ള ബ്രാൻഡിൻ്റെ ഡീറ്റെയിൽസ് താഴെ കൊടുത്തിട്ടുണ്ട്. 2 കപ്പ് കോൾഡ് കോഫിയാണ് നമ്മൾ തയ്യാറാക്കുന്നത്. 1 കപ്പിലേക്ക് 2 ടീസ്പൂൺ എന്ന അളവിലാണ് എടുത്തിട്ടുള്ളത്. സ്ട്രോങ് കുറച്ച് മതിയെങ്കിൽ 3 ടീസ്പൂൺ ടോട്ടൽ എടുത്താൽ മതി. ഇതിലേക്കിനി ഫ്രീസറിൽ വെച്ച് നന്നായിട്ട് ഫ്രീസ് ചെയ്തെടുത്ത കട്ടപ്പാൽ അഥവാ സെമി ഫ്രോസൺ മിൽക്ക് ചേർത്ത് കൊടുക്കാം. ഞാൻ 2 കപ്പ് അതായത് 1/2 ലിറ്റർ പാലെടുത്തിട്ടുണ്ട്. പാക്കറ്റിലൊക്കെ കിട്ടുന്ന പാലാണെങ്കിൽ നേരിട്ട് തണുപ്പിച്ചെടുക്കാം. അല്ലാത്ത പാലാണ് നിങ്ങൾ എടുക്കുന്നതെങ്കിൽ നന്നായിട്ട് തിളപ്പിച്ചാറിയതിന് ശേഷം മാത്രം തണുപ്പിച്ചെടുക്കുക. ഇനി നമ്മൾ മിക്സ് ചെയ്ത് വെച്ചിട്ടുള്ള കോഫി ചേർത്ത് കൊടുക്കാം. കൂടെ 4 ടേബിൾ സ്പൂൺ പഞ്ചസാര കൂടി ചേർത്ത് ഏകദേശം ഒരു 30 സെക്കൻഡ് സമയം നന്നായിട്ട് ബ്ലെൻഡ് ചെയ്യാം. പഞ്ചസാരയൊക്കെ നന്നായിട്ട് അലിയാനും അതുപോലെ തന്നെ നല്ലൊരു ടെക്സ്ചർ കിട്ടാനും വേണ്ടിയിട്ട് വീണ്ടും ഒരു 30 സെക്കൻഡ് സമയം കൂടി നന്നായിട്ട് ബ്ലെൻഡ് ചെയ്തെടുക്കാം. മിക്സി ഒരു മീഡിയം സ്പീഡിലിട്ടിട്ട് അടിച്ചെടുക്കുക. ഇതിലേക്കിനി 1/2 കപ്പ് അളവിൽ ഐസ്ക്രീമും ചേർത്ത് കൊടുക്കണം. വാനില ഐസ്ക്രീമാണ് ഞാൻ എടുത്തിട്ടുള്ളത്, അതാണ് കുറച്ചും കൂടി ടേസ്റ്റ്. ചോക്ലേറ്റ് ഫ്ലേവറും ചേർക്കാവുന്നതാണ്. ഇനി ഒരു 10 സെക്കൻഡ് സമയം മാത്രം ജസ്റ്റ് ഒന്ന് ബ്ലെൻഡ് ചെയ്ത് കഴിഞ്ഞാൽ നമ്മുടെ കിടിലൻ കോൾഡ് കോഫി റെഡി. ഐസ്ക്രീം ചേർത്ത് കഴിഞ്ഞാൽ പിന്നെ കൂടുതൽ ബ്ലെൻഡ് ചെയ്യരുത്. അതുപോലെ തന്നെ ഐസ്ക്രീം ഓപ്ഷനിലാണ്, ചേർക്കാതെയും തയ്യാറാക്കാം. പക്ഷേ ഐസ്ക്രീം ചേർത്ത് തയ്യാറാക്കുന്നതാണ് ഒരു സ്പെഷ്യൽ ടേസ്റ്റ്. ഇത് 10 മിനിറ്റ് അടച്ച് ഫ്രിഡ്ജിൽ വെച്ച് കഴിഞ്ഞാൽ നല്ല ഭംഗിയുള്ള 2 ലെയറായിട്ട് കിട്ടും. മുകൾ ഭാഗത്തുള്ള പത ഇതുപോലെ ഇട്ട് കൊടുക്കുക. കോൾഡ് കോഫിയൊക്കെ എപ്പോഴും നല്ല തണുപ്പോട് കൂടി തന്നെ സെർവ് ചെയ്യാം. നിങ്ങൾ ഈ ചാനൽ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. അതുപോലെ തന്നെ വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യുക, മറ്റുള്ളവരിലേക്ക് ഷെയർ ചെയ്ത് കൊടുക്കുകയും ചെയ്യുക. നമ്മൾ മുമ്പ് ചെയ്ത നല്ല ഫീഡ്ബാക്ക് കിട്ടിയിട്ടുള്ള കൂൾ ഡ്രിങ്ക്സിൻ്റെ വീഡിയോസാണിത്. ഈ ലിങ്കിൽ ക്ലിക്ക് ചെയ്ത് കാണാം. അപ്പോൾ നിങ്ങൾ ട്രൈ ചെയ്തിട്ട് ഫീഡ്ബാക്ക് കമൻറ്റിലൂടെ അറിയിക്കാൻ മറക്കരുത്. മറ്റൊരു വീഡിയോ ആയിട്ട് കാണാം. താങ്ക് യു സോ മച്ച് ഫോർ വാച്ചിങ്.